ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച മാതിരിയുള്ള ഒരു വ്ളോഗ് തന്നെയാട്ടോ ഇന്ന്. അതായത് ആന്ധ്രയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇത് കൃഷ്ണ റിവറാണ് കേട്ടോ ഇത്. അതായത് ഫേമസ് ആയിട്ടുള്ള കൃഷ്ണ റിവറൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കൃഷ്ണ, യമുന, ഗോദാവരി ഇങ്ങനെയുള്ള റിവേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള കൃഷ്ണ നദി ഒഴുകുന്നത് ആന്ധ്രയിൽ കൂടെയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ട്രെയിൻ പോകുന്ന ബ്രിഡ്ജാണ്. അപ്പോൾ ആക്ച്വലി ഇതിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരുണ്ടായിരിക്കും, വിജയവാഡയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ നദി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നദി കഴിഞ്ഞ് ഈ ബ്രിഡ്ജ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, വിജയവാഡ സ്റ്റോപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിന് പതുക്കെ മൂവ് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ആക്ച്വലി ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണ റിവറിൻ്റെ അടുത്തേക്കൊക്കെ വരാറുണ്ട്, ഇവിടെ വന്നിരിക്കാറുണ്ട്. ഈ സൈഡിലൊക്കെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാവും. നൈറ്റായി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമൊക്കെയാണ്. പക്ഷെ നൈറ്റായി നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പോഴേ ഭയങ്കര വാട്ടർ ലെവൽ കൂടിയിരിക്കുക കേട്ടോ കൃഷ്ണയിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ പോണത് ഓം എന്ന് കണ്ടില്ലേ, അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ദുർഗാദേവി ടെമ്പിളാണ്. അത് കനകദുർഗ ടെമ്പിളാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് അപ്പുറത്താണ് കേട്ടോ ഈ ടെമ്പിൾ. പിന്നെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൃഷ്ണാനദിയും. അപ്പോൾ കൃഷ്ണാനദി തീരത്തിരിക്കുന്ന ദേവിയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ അച്ഛൻ്റെ ചായക്കടയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിരുന്നു. ഒരിക്കലും ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ, വിഷമിക്കരുതേ, ഒരിക്കലും ഞാൻ എന്തായാലും പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കൃഷ്ണ റിവർ അവിടേക്ക് ഒന്ന് പോയി നിന്ന് അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ കേട്ടോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഐലാൻഡ് ഉണ്ട്, ഒരു തുരത്തുണ്ട്, അതതിനെ ഭവാനി ഐലാൻഡ്സ് എന്നാണ് പറയുക. അപ്പോൾ കുറേ പേർക്ക് ആന്ധ്രയിലുള്ള മലയാളീസിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പോയിട്ടില്ല, ബോട്ടിലാട്ടോ അങ്ങോട്ട് പോവുക. നല്ല രസമാണ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബോട്ടിങ്ങിലൊക്കെ ഒരു രസമല്ലേ അല്ലേ. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നിടത്തുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആന്ധ്രയിലെ വ്ളോഗ്സൊക്കെ ആഡാക്കുക, കുറേ അതായത് ആന്ധ്രയിലത്തെ വിശേഷങ്ങൾ, അവരുടെ കൾച്ചറുകൾ, അവരുടെ ഫെസ്റ്റിവൽസ് എല്ലാം ആഡാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്ളോഗ്സിൽ കൂടെ, ഞാൻ ചെയ്യുന്ന വ്ളോഗിൽ കൂടെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ ആഡാക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി എനിക്ക് പോകാൻ പുറത്തോട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കാണുന്ന എൻട്രൻസ് ദുർഗാദേവി കനകദുർഗ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇപ്പോൾ ഒരു ബസ് വരും കേട്ടോ, ക്ഷേത്രത്തിലോട്ട് പോകാൻ മാത്രമുള്ള ബസ്സാണ്. പോയിട്ട് ആ ബസ് നല്ല രസമാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്ക്, അത് ക്ഷേത്രത്തിലോട്ടുള്ള ബസ്സാണ്. ക്ഷേത്രത്തിലോട്ട് ആ ബസ് പോയി ഈ ബസ്സിൽ തന്നെ തിരിച്ചിങ്ങോട്ട് നമുക്ക് വരാം. പിന്നെ ഈ കാണുന്നത് ബോട്ടിംഗ് ആണ്. കണ്ട, ബോട്ടിംഗ് ഇപ്പോൾ ഒന്നുമില്ല, ക്ലോസ് ചെയ്തൊക്കെയാണ് വാട്ടർ ലെവൽ കൂടിയ കാരണം കൊണ്ട്. ഈ ബോട്ടിലാണ് ഭവാനി ഐലാൻഡ്സിലേക്ക് പോകാനുള്ള സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ മാത്രം പോയിട്ടില്ല. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ നമ്മുടെ ദുർഗാദേവി കനകദുർഗ ടെമ്പിൾ ഉണ്ടല്ലോ, കനകദുർഗ ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് കാണാനുള്ള വ്യൂ ആണ്. അപ്പോൾ കണ്ടില്ലേ ട്രെയിനൊക്കെ പോകുന്നത്. പിന്നെ ഐലാൻഡ് ഭവാനി ഐലാൻഡ്സിൻ്റെ വ്യൂ പോയിൻ്റാണ്. അദ്ദേഹം ഇവിടെ നിന്നിട്ട് വ്യൂ കാണാം നിങ്ങൾക്ക്. കണ്ടില്ലേ, മാക്സിമം സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ബോട്ടിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, ഒരിക്കലെങ്കിലും ആദ്യം ഈ കൃഷ്ണാനദി കൂടെ അങ്ങോട്ട് ഒന്ന് എത്തിക്കിട്ടണം എന്ന്. ഇപ്പോൾ നല്ല ഭംഗിയിലാണ് കൃഷ്ണാനദി ഒഴുകുന്നത്. നല്ല എന്താ പറയുക, നല്ല ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കാരണം വാട്ടർ ലെവൽ കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഷട്ടറുകളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷമായിരുന്നു കഴിഞ്ഞ വർഷം ഷട്ടർ തുറന്നത്, പ്രളയമായിട്ട് ആന്ധ്രയിൽ. അപ്പോൾ ഇത്തവണയും അത് പ്രളയം വരുന്നതിന് മുന്നേ തന്നെ അവർ മുൻകൂട്ടി ഷട്ടറുകളൊക്കെ മഴ വന്നപ്പോൾ തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ വിജയവാഡ സിറ്റി മൊത്തം കാണാട്ടോ, എല്ലാതും കാണാം. ഫുള്ളായിട്ട് മാക്സിമം സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രതിമ സ്റ്റാച്യുവിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ അംബേദ്കർ സാറിനെയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം. നല്ല പോലെ ഫുള്ള് വിജയവാഡ സിറ്റിയാണിത്. ആന്ധ്രയിലുള്ള വിജയവാഡ സിറ്റി മൊത്തം കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മുകളിൽ നിന്നിട്ട് ഒരുപാട് പേരൊക്കെ കണ്ടില്ലേ, സ്റ്റാച്ചു കണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്
ആ സ്റ്റാച്ചു ആണ്. ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. വലിയ സ്റ്റാച്ചു ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. നല്ല വ്യൂ പോയിൻ്റ് അല്ലേ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ തൊഴുത്തൊക്കെ ഇറങ്ങി വന്ന് പ്രസാദം കഴിക്കാം കേട്ടോ. ഞങ്ങൾക്ക് കൊടുത്ത പ്രസാദം ഭയങ്കര ഇഷ്ടമാണ് വന്ന് കഴിഞ്ഞാൽ. കണ്ടില്ലേ കൃഷ്ണാനദി അങ്ങനെ ഒഴുകി പോകുന്ന വലിയ റിവറാട്ടോ. ഇതിനും വലിയ റിവറാണ് ഗോദാവരി. അതും ആന്ധ്രയിൽ കൂടെ തന്നെയാണ് ഒഴുകുന്നത്. ഇനി ഏതെങ്കിലും റിവറൊക്കെ ഇതിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന റിവർ ആസ്വദിച്ച് കുറേ നേരമൊക്കെ അവിടെ നിന്നു. ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണ റിവറൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ എൻഡിൽ കുറച്ച് 1-2 ഫുഡൊക്കെ കാണിച്ചു തരാം. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്തിലുള്ള ഫുഡാണ്. ഇവിടെയും കിട്ടും അത്. പക്ഷേ ഇവിടെയും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇതൊക്കെ. ടേസ്റ്റൊക്കെ ഭയങ്കര, അതൊക്കെ കാണിച്ചു തരാം. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാണ്. ഇതുപോലെ സ്ട്രീറ്റിലൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ വെയിലത്തും മഴയത്തും ഒക്കെ കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. അവർക്കൊരു സഹായമാവും അത്. പിന്നെന്താ, അപ്പോൾ ഞാൻ സ്വീറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറച്ച് പേര് എന്നോട് ഈ സ്വീറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പേപ്പർ സ്വീറ്റ് എന്താ കാണിക്കാഞ്ഞെന്ന്. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ മറന്നു പോയതാട്ടോ പേപ്പർ സ്വീറ്റും ഒക്കെ കാണിക്കാം. പിന്നെ ഇവിടുത്തെ പിക്കിൾസൊക്കെ ഫേമസ് ആണ്, അതൊക്കെ ഞാൻ ഒരിക്കലും കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വിജയവാഡയിൽ കണ്ടില്ലേ ഇതുപോലുള്ള പെയിൻറ്റിങ്സ് ആണ്. മതിലുമൊക്കെ ഉണ്ടല്ലോ, ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് ഉണ്ടായിരിക്കും. ഭയങ്കര രസമാട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കില്ല ഡിസൈൻ, പല പല ഡിസൈൻസിലായിരിക്കും. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ വ്ളോഗുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ആക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോഡൊക്കെ നല്ല നീറ്റായിട്ടാട്ടോ അവർ സൂക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തി. ഇപ്പം ഞങ്ങൾ കാലത്ത് പുറത്ത് പോയത് കൊണ്ട് കാന്താരികൾക്ക് കുറച്ച് വിഷമമായിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്കും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാനിപ്പൂരിയൊക്കെ ഉണ്ടല്ലേ. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സത്യം പറയാലോ, നമ്മുടെ നാട്ടിലിനേക്കാളും ടേസ്റ്റ് ഈ ആന്ധ്രയിലും അതുപോലെ എന്താ പറയുക നോർത്ത് സൈഡിലൊക്കെ ആട്ടോ. ഞാൻ നോർത്തൊന്നും കഴിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ പാനിപ്പൂരിയും. പാവ് ബജിയാണ് ഏറ്റവും ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇവർ ആന്ധ്രക്കാരല്ല കേട്ടോ, ഇവർ UP കാരാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഇത് ആന്ധ്ര പാനിപ്പൂരിയാണ് അല്ലെങ്കിൽ ആന്ധ്ര ഡിഷാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൽ പെടുന്നതല്ലേ, അതുകൊണ്ട് കാണിച്ചത് എന്താ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നീറ്റായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാട്ടോ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് ധൈര്യമായിട്ട് കൊടുക്കാം. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഏതെങ്കിലും ആന്ധ്ര മലയാളീസ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എവിടെ നിന്നാണ് കഴിച്ചതെന്ന്, പാവ് ബജി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഇത് രണ്ടും. അപ്പോൾ നമ്മുടെ DV മാനർ ഉണ്ടല്ലോ, വിജയവാഡയിലെ DV മാനർ എൻ്റെ ഓപ്പോസിറ്റ് സ്വീറ്റ് മാജിക് ഇല്ലേ, അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള വഴിയിലാട്ടോ ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ വിജയവാഡ മലയാളീസൊക്കെ കാണുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് പോയി കഴിച്ച് നോക്ക്. നല്ല ടേസ്റ്റാണ്. നല്ല പോലെ ചീസും ബട്ടറൊക്കെ ഇട്ടിട്ടാണ് പാവ് ബജി കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവ് ബജി കഴിച്ചു, പിന്നെ 3 പ്ലേറ്റ് പാനിപൂരിയും കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്കും തിരക്കായി. പിന്നെ എന്താ പറയുക, അപ്പോൾ വീട്ടിലേക്ക് പോവാം. പിന്നെ ഇനിയിപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇനി അടുത്ത തവണ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കുറേ ഇങ്ങനത്തെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീട്ടിലെത്തി ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലോ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറേ പാനിപ്പൂരിയും കുറേ സ്ട്രീറ്റ് ഫുഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അപ്പോൾ എൻ്റെ വ്ളോഗൊക്കെ എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആന്ധ്ര വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ വ്ളോഗിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാനൊരു ട്രാവൽ വ്ളോഗറൊന്നുമല്ല, അതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യാനും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് വരുന്നില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നത് ആന്ധ്രേനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആന്ധ്രയിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ആക്കുന്നുണ്ട്. വിഷമിക്കരുത് ആരും. ആക്കാനുള്ള ഒരുപാട് കമൻറ്റും പുറം ലോകം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വ്ളോഗിൽ കൂടെ അത് കാണിച്ചു തരും എന്നുള്ള കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇനി ഞങ്ങളുടെ ഫെസ്റ്റിവലിൻ്റെ സീസൺ ആട്ടോ. അതായത് നമ്മുടെ വിഘ്നേശ്വര ചതുർത്ഥി സ്റ്റാർട്ടായി. അതിൻ്റെയാണ് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ഈ വഴിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. ഈ കാണുന്നുണ്ടല്ലോ ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ ഇപ്പോൾ കോൽക്കളിയില്ലേ, നമ്മുടെ ഡാൻസ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ്, പാട്ട്, അങ്ങനെ
അങ്ങനത്തെയൊക്കെ ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതും മാർവാടീസ് ഉണ്ടല്ലോ, അതായത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഡാൻസുകളും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.